പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15. പ്രധാന വാർത്തകൾ. വടക്കൻ ബാത്തിനയിൽ മയക്കുമരുന്നുമായി പ്രവാസികൾ അറസ്റ്റിൽ. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൻതോതിൽ ക്രിസ്റ്റൽ മെത്ത് കണ്ടെടുത്തു. ഏഷ്യൻ രാജ്യക്കാരായ 2 പേരെയാണ് സംഭവത്തിൽ പിടികൂടിയത്. നിയമ നടപടികൾ സ്വീകരിച്ചുവരുന്നു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്ന് നിരോധിതവും ലൈസൻസ് ഇല്ലാത്തതുമായ 1531 വസ്തുക്കൾ പിടിച്ചെടുത്ത് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. മുസന്ന വിലായത്തിലെ കടകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടിയത്. ആഡംബര സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നും പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ആവശ്യമായ സവിശേഷതകളും മാനദണ്ഡങ്ങളും പാലിക്കാത്തവയാണെന്നും ഉപഭോക്തൃ വിഭാഗം അറിയിച്ചു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഒമാൻ. അദ്ദേഹത്തിന് എളുപ്പത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ട്രംപിന് വെടിയേറ്റത്. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് അക്രമി ട്രംപിന് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിൽ ട്രംപിന്റെ വലത്തെ ചെവിക്ക് പരിക്കേറ്റു. ചെവിയിൽ നിന്ന് രക്തമൊഴുകുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റെങ്കിലും ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. ആക്രമണത്തിന് പിന്നാലെ ചികിത്സ തേടിയ അദ്ദേഹം ആശുപത്രി വിട്ടു. വെടിവെച്ചത് 20-കാരനാണെന്നാണ് റിപ്പോർട്ട്. പെൻസിൽവേനിയ സ്വദേശിയായ തോമസ് മാക്യു ആണ് ട്രംപിനെ വെടിവെച്ചതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ മോഷണ കേസുകളിൽ പ്രതികൾ അറസ്റ്റിൽ. മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 8 കേസുകളിലെ പ്രതികളായ 4 പ്രവാസികളെയാണ് പിടികൂടിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നും കേബിളുകളും വയറുകളും മോഷ്ടിച്ചതുൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളെയാണ് വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണെന്നും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മറ്റൊരു ഗവർണറേറ്റിലും മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെയും പോലീസ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു. ഒമാനിൽ സ്വദേശീവൽക്കരണം വീണ്ടും സജീവമാകുന്നു. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ഒമാൻ വിഷൻ 2040 അനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സ്വദേശീവൽക്കരണം. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ബിൻ ഹമൂദ് അൽ മഅ്വലി പറഞ്ഞു. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം 2025 ജനുവരി മുതൽ സ്വദേശീവൽക്കരണ പദ്ധതികൾ ആരംഭിക്കും. 2027 അവസാനം വരെ തുടരും. ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചതായി മന്ത്രാലയം അറിയിച്ചു. 2024 ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ 20%, കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ 31%മാണ് സ്വദേശീവൽക്കരണം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഒമാനികൾക്ക് നിയമനം നൽകുന്നതിനാവശ്യ നയങ്ങൾ രൂപവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളും ഇതിനു മുന്നോടിയായി പൂർത്തിയാക്കും. കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണവുമായി മസ്കത്ത് നഗരസഭ. പാർക്കുകളിലും ഗാർഡനുകളിലും വേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന കുട്ടികൾക്കായാണ് വ്യത്യസ്ത ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. മണ്ണിൽ വിത്തുകളും തൈകളും നടുന്നതിനുള്ള പരിശീലനത്തിനൊപ്പം വരകളിലൂടെയും വായനയിലൂടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കൂടുതൽ അറിവുകളും കൈമാറുന്നു. കാർഷിക മേഖലയെയും ഗാർഡനുകളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കുന്ന ബോധവൽക്കരണത്തിൽ വിവിധ സ്ഥാപനങ്ങൾ പങ്കാളികളാണ്. പ്രദർശനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, കുട്ടികളിലെ ബോധവൽക്കരണങ്ങൾ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മസ്കത്ത് നഗരസഭയുടെ കൗണ്ടറും സന്ദർശകരുടെ ശ്രദ്ധ നേടുകയാണ്. കൗണ്ടറിലെത്തുന്നവർക്ക് തൈകളും വിത്തുകളും വിതരണം ചെയ്യുന്നുണ്ട്. വീടുകളിലെ അടുക്കളത്തോട്ടവും ഗാർഡനും ഒരുക്കുന്നതിനെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ ചോദിച്ചറിയാം. നേരത്തെയും വിദ്യാർത്ഥികൾക്കായി നഗരസഭ ഇത്തരം ബോധവൽക്കരണം ഒരുക്കിയിരുന്നു. പ്രേം നസീർ സുഹൃത്ത് സമിതി ഒമാൻ ചാപ്റ്റർ പ്രേം നസീറിന്റെ 98ാം ജന്മദിന ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഷഹീർ അഞ്ചൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിദ്ദീഖ് ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി കൃഷ്ണരാജ് അഞ്ചാലുമൂട്, ബാബു എരുമേലി, സന്ദീപ്, സജന മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. കലാപരിപാടികളും അരങ്ങേറി.
മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ദളിത് ലീഗ് നേതാവുമായിരുന്ന AP ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ സലാല KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് നാസർ ആലയത്തൂരിന്റെ അധ്യക്ഷതയിൽ KMCC കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷബീർ കാലടി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പാർട്ടിക്കും ദളിത് സമൂഹത്തിനും ഉണ്ണികൃഷ്ണന്റെ നിര്യാണം നികത്താനാവാത്ത നഷ്ടമാണ്. മുസ്ലിം ദളിത് ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം എന്നും സ്മരിക്കപ്പെടുമെന്നും നാസർ പെരിങ്ങത്തൂർ, ഷബീർ കാലടി എന്നിവർ പറഞ്ഞു. അനസ് ഹാജി, ജാബിർ ഷെരീഫ്, മുനീർ VC എന്നിവർ സംസാരിച്ചു. ധോഫാർ ഗവർണറേറ്റിൽ വേഗപരിധി ലംഘിക്കുകയും അപകടകരമാം വിധം ഓടിക്കുകയും ചെയ്ത വാഹനം റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം പിടിച്ചെടുത്തു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതായും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മസ്കത്ത് ഗവർണറേറ്റിൽ നിന്നും അശ്രദ്ധയോടെ വാഹനം ഓടിച്ചതിന് 2 ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ധോഫാർ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഷാത്ത് വ്യൂ പോയിന്റ് നവീകരിച്ച് അധികൃതർ. മുക്സേൽ റോഡിൽ ചുരം കയറിയെത്തുന്ന വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ഖരീഫ് കാലത്ത് പ്രതിദിനം 100 കണക്കിന് പേരെത്തുന്ന ഇവിടം കൂടുതൽ സുരക്ഷിതമായ വഴികളും സൗകര്യങ്ങളും ഒരുക്കി ആകർഷകമാക്കിയിരിക്കുകയാണിപ്പോൾ. നടപ്പാതയും ഷാത്ത് വ്യൂ പോയിന്റും കൂടുതൽ സുരക്ഷിതവും മനോഹരവുമാക്കിയിട്ടുണ്ട്. സമുദ്രത്തിൽ നിന്നും ഏകദേശം 1500 മീറ്റർ ഉയരത്തിലുള്ള വ്യൂ പോയിന്റിൽ നിന്നും താഴ്ചയിലേക്കുള്ള കാഴ്ചയും പ്രകൃതിയുടെ ദൃശ്യഭംഗിയും ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നവരുടെ മനം നിറയും. ദാഖിലിയ ഗവർണറേറ്റിലെ മിസ്ഫത്ത് അൽ അബ്രിയീൻ പ്രദേശത്തെ വികസനത്തിന് പദ്ധതിയുമായി അധികൃതർ. പ്രദേശത്തെ പ്രത്യേകതകളും തനിമയും നിലനിർത്തി അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ സാധ്യമാക്കുന്നതിനാണ് പദ്ധതി. ഇതുവഴി ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കും. മസ്കത്തിൽ നിന്ന് 230 കിലോമീറ്റർ അകലെ നിസ്വയിൽ നിന്ന് 30 കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചാൽ മിസ്ഫത്ത് അൽ അബ്രിയീൻ എന്ന ഗ്രാമത്തിലെത്താം. ആദ്യകാല ജനതയുടെ ജീവിത വിശുദ്ധിയും ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗകുമാര്യതയും പ്രകൃതിയോട് സമരസപ്പെട്ടുള്ള മനുഷ്യജീവിതവും പുതിയ തലമുറയ്ക്ക് മുന്നിൽ പച്ചയായ കാഴ്ചയാണ് മിസ്ഫത്ത് അൽ അബ്രിയീൻ ഗ്രാമവും ഇവിടുത്തെ ജനതയും. ഹംറ എന്ന പ്രദേശത്തു നിന്നും 4 കിലോമീറ്റർ മലനിരകളിലൂടെ സഞ്ചരിച്ചാൽ മിസ്ഫത്ത് അൽ അബ്രിയീനിലെത്താം. ഇവിടേക്കുള്ള വഴികളിൽ തന്നെ ഗ്രാമത്തിൻ്റെ വിശുദ്ധി വെളിവാകുന്നു. കൃഷി തന്നെയാണ് മിസ്ഫത്ത് അൽ അബ്രിയീനുകാരുടെ പ്രധാന ജോലി. വീട്ടാവശ്യങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ കൃഷി ചെയ്യും. ധോഫാർ ഗവർണറേറ്റിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണങ്ങളും അനധികൃത നിർമ്മാണ പ്രവൃത്തികളും തടഞ്ഞ് നഗരസഭ. 594 ഇടങ്ങളിൽ നടപടികളുടെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. 13 പേരെ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തതായി ധോഫാർ നഗരസഭ വയലേഷൻ വിഭാഗം ഡയറക്ടർ അബ്ദുൽ ഖലീഖ് സാലിം പറഞ്ഞു. നേരത്തെ മസ്കത്തിൽ അനധികൃതമായി ഭൂമി കയ്യേറുകയും പൊതുജനങ്ങളുടെ കാഴ്ചകൾ മറയ്ക്കുകയും ചെയ്ത സംഭവത്തിൽ നഗരസഭ നടപടി സ്വീകരിച്ചിരുന്നു. അൽ ഖൈറാൻ പ്രദേശത്തെ 13 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം, റോയൽ ഒമാൻ പോലീസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നടപടി. മറയ്ക്കായി ഇവിടെ സ്ഥാപിച്ച ബോർഡുകളും മറ്റും നീക്കം ചെയ്തു. സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും അധികൃതർ നിർണയിച്ചിരിക്കുന്നതല്ലാത്ത മറ്റൊരാവശ്യത്തിനും ഉപയോഗപ്പെടുത്തരുതെന്നും മസ്കത്ത് നഗരസഭ അഭ്യർത്ഥിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.